നമസ്കാരം. 1970 പുറത്തിറങ്ങിയ താര എന്ന സിനിമയിൽ വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന ഒരു ഗാനമുണ്ട്. കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. കണ്ണുമാമുനി ശകുന്തള എന്ന പോലെ കാരണഭൂതൻ പോറ്റി വളർത്തിയ വീണ ജോർജ് ആറന്മുളയിൽ ജയിക്കുമെന്നും മറ്റെല്ലാവരും തോൽക്കുമ്പോഴും ഈ പാട്ടിട്ട് കീച്ചാമെന്നും സ്വപ്നം കണ്ടത് വെറുതെയായി. ഞങ്ങളുടെ ശകുന്തള തോൽക്കില്ലെന്ന് കരുതിപ്പോയി. പക്ഷേ ആ ഗീർവാണ ശകുന്തളയും തോറ്റുപോയി. വിപ്ലവത്തിൻ്റെ പടക്കക്കമ്പനി ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിയതോടെ എത്ര വനിതാ മന്ത്രിമാരാണ് ഛിന്ന ഭിന്നമായത്. തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒന്നിനെയും. പാതിബന്ധ് പമ്പാനദിയിലെ സത്രക്കടവിൽ ചാടിയ വീണ ജോർജ് അവിടെ നിന്ന് നീന്തി പോകുന്നത് പലരും കണ്ടു. ഏത് കരയിൽ ചെന്ന് കയറിയെന്നോ ഏത് പള്ളിയോടക്കരയിലൂടെ കണ്ടം വഴി ഓടി കൊടുമണ്ണിന് പോയെന്നോ നിശ്ചയമില്ല. പിന്നെ ആരും കണ്ടവരില്ല. 4-ാം തീയതി എൻ്റെ ജയം കാണാൻ എല്ലാവരും വരണേ എന്നും ജയത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും പറഞ്ഞയാളാണ്. ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഏതായാലും മാസം 4-ാം തീയതി ഇവിടെ വരണം. അത് പിടലി മാത്രമേ വീണയുടെ ഇളകിയിരുന്നുള്ളൂ. ഇപ്പോൾ കിലുക്കത്തിലെ ജഗതി പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഇനി ഇളകാനൊന്നുമില്ല. മുഴുവൻ ജനങ്ങൾ അടിച്ചിളക്കി. വീണ നമുക്ക് എന്തെല്ലാം തന്നു. ആരോഗ്യരംഗത്തെ ലോകോത്തരമാക്കി തന്നു. എത്ര കത്രികകൾ പെണ്ണുങ്ങളുടെ വയറ്റിൽ നിക്ഷേപിച്ചു. നാട്ടിൽ പാലമായി, മേൽപ്പാലമായി, വരയിട്ട് മിനുങ്ങുന്ന റോഡായി. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും വികസനം വീണ വായിച്ച് ആകാശത്തോട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് വീണ തോറ്റു? വീണ ജോർജ് ഓരോയിടത്തും പ്രചാരണത്തിന് ചെന്നപ്പോഴൊക്കെ ആയിരക്കണക്കിന് ആളുകളായിരുന്നു ചുറ്റും തടിച്ചു കൂടിയത്. അവർ വീണയെ കെട്ടിപ്പിടിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു. അപ്പോൾ അവർ ചെയ്ത വോട്ടൊക്കെ ആർക്കായിരുന്നു? പാട്ടുപരീക്ഷകൾ വഴിവക്കിൽ നിന്നും വീണയല്ലാതെ മറ്റാരുണ്ട് ഈ ലോകത്തെ രക്ഷിക്കാനെന്ന് ഉറക്കെ പാടിക്കൊണ്ടിരുന്നു. ഒടുവിലിതാ പാർട്ടിക്കാരുടെ സമ്മതം ചോദിക്കാതെ ഗോവിന്ദൻ നിർത്തിയ ഭാര്യ ശ്യാമള തോറ്റു. ഭർത്താവ് ജോർജ് പറഞ്ഞിട്ടും കേൾക്കാതെ പാർട്ടി നിർത്തിയ വീണ തോറ്റു. മണ്ഡലം മാറ്റി നിർത്തിയ പിണറായി വിജയൻ കൈപിടിച്ചു പൊക്കിയ പരീക്ഷണ വസ്തുവായ ശൈലജ മാതാവ് തോറ്റു. പോളിറ്റ് ബോറനായ ഭർത്താവ് പൊന്നുപോലെ നിർത്തിയ സഖാത്തി ബിന്ദു തോറ്റു. CPIയുടെ പുരുഷ മന്ത്രിമാർ ജയിച്ചിട്ടും ചിഞ്ചു റാണിയുടെ സൂമ്പ ഏശിയില്ല. ഒരു കൊച്ചൻ സ്കൂളിൽ കറണ്ടടിച്ചു മരിച്ചപ്പോൾ ചിഞ്ചു റാണി സൂമ്പ കളിച്ചത് ഓർക്കുന്നില്ലേ? ഈ 3 വനിതാ മന്ത്രിമാരെയും ജനം എടുത്തിട്ട് കുടയുകയായിരുന്നു. ഇളകാത്ത പാർട്ടിക്കോട്ടയുടെ മുഴുപ്പും പറഞ്ഞ് നടന്നവരാണിവർ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കിയില്ലേ ഈ കേരളത്തെ പിണറായി സർക്കാർ? അതിന് നേതൃത്വം നൽകിയത് ആർ ബിന്ദുവായിരുന്നു. പാടാനറിയാം, ചുവട് വയ്ക്കാനറിയാം, ആടാനറിയാം. റോഡ് തടഞ്ഞ് സമരം നടത്തിയപ്പോൾ കാറിൽ പോയവരെ കണ്ട് നിൻ്റെയൊക്കെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുവാന്നൂടാ എന്ന് ചോദിച്ച വിജയരാഘവൻ്റെ മുഖം കണ്ടാൽ മതി ഭാര്യ ബിന്ദുവിനോട് ജനം പകരം ചോദിച്ചിരിക്കും. ആ കക്കൂസ് വണ്ടിയിൽ കയറിപ്പോയതിൽ തോറ്റ 13 എണ്ണവും ജനം മടുത്തവരാണ്. 50,000 ഭൂരിപക്ഷം കിട്ടിയ പിണറായിക്ക് ഇത്തവണ എത്ര കിട്ടി? അപ്പോൾ അതും ഒരു പരാജയം തന്നെ. പിണറായി വിജയനെ പുകഴ്ത്തിയും നിഗളിച്ചും തോൽവി ഏറ്റുവാങ്ങിയവരാണ് 3 വനിതാ മന്ത്രിമാരും. ബിന്ദു പിണറായിയെ പുകഴ്ത്തിയത് ജൈവ ബുദ്ധിജീവി എന്നാണ്. സിന്തറ്റിക് ബുദ്ധിജീവി പോലുമല്ല ഈ പിണറായി. തലയിലെ ബുദ്ധിയെല്ലാം നിർമ്മിത ബുദ്ധിയാണ്. ഇപ്പോഴും വീണയുടെ അന്നത്തെ സഭാപ്രസംഗം കേൾക്കുമ്പോൾ ചിരി വരും. അതെ, നവകേരള തീരത്തേക്ക് കപ്പലോടിച്ച ക്യാപ്റ്റൻ ഇതാ കാനയിൽ വീണ് കിടക്കുന്നു. നവകേരള ബസ്സിൽ കയറിപ്പോയപ്പോൾ എന്തായിരുന്നു ഇവരുടെയൊക്കെ പത്രാസ്? ലോകത്തൊന്നുമില്ല പോലും ഇതുപോലെ മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പരിപാടി. ജനങ്ങൾ കേരളത്തിലെ അത്ഭുതം കണ്ട് കോരിത്തരിച്ചു. ആ ഒടുക്കത്തെ യാത്രയെ ശപിക്കാത്ത മനുഷ്യരുണ്ടാകില്ല കേരളത്തിൽ. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടത്, ചില രാജ്യങ്ങളിൽ നമ്മൾ ചെന്ന് തെരുവിലൂടെ നടക്കുമ്പോൾ സൈക്കിളിൽ വരുന്ന ഒരാൾ തോളിൽ തട്ടി ഹായ് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം അങ്ങ് പോകും. അതാരാണെന്ന് ചോദിച്ച് നമ്മൾ അന്തിച്ചു നിൽക്കുമ്പോൾ ഗൈഡ് പറഞ്ഞു തരും, അയ്യോ അറിയില്ലേ, ഇതാണ് ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്. ഇവിടെ ഒരുത്തരും വേണ്ടാത്തവരും 56 കാറിൻ്റെ അകമ്പടിയിലെ പെടുക്കാൻ പോവുകയുള്ളൂ. ഇവരെയൊക്കെ മന്ത്രിമന്ദിരങ്ങളിലെങ്ങാനും ചെന്ന് കാണേണ്ടവൻ്റെ ഗതികേട് പറയുകയും വേണ്ട. എന്തുകൊണ്ടാണ് 3 വനിതാ മന്ത്രിമാരും കായംകുളത്തെ കള്ളക്കരച്ചിലുകാരി പ്രതിഭയുമൊക്കെ ഭയാനകമായ ദുർവിധി ഏറ്റുവാങ്ങിയത്? ജനം ഇത്തരം കാപട്യക്കാരെ കൈകാര്യം ചെയ്യേണ്ട വിധം പഠിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ എതിർ സ്ഥാനാർത്ഥികളുടെ ദൗർബല്യം കൊണ്ട് മാത്രം ജയിച്ചു കയറിയവരാണ് കൂടുതൽ പേരും. അബിൻ വർക്കി ആറന്മുളയിൽ ലാൻഡ് ചെയ്തതോടെ വീണ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വരുത്തനാണ് വർക്കിയെന്നും നിന്നെ കണ്ടം വഴി ഓടിക്കുമെന്നുമായി കമ്മികൾ. വീണ ജോർജും പല അഭിമുഖത്തിലും പറഞ്ഞത് അദ്ദേഹം പുറത്തു നിന്നും വന്നതാണെന്നും ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണെന്നുമാണ്. വീണ ജനിച്ചു എന്നത് ശരിയാണ്, പക്ഷേ വളർന്നിട്ടില്ല.
ആദ്യ തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ തന്നെ പ്രസ് ക്ലബ്ബിൽ വെച്ച് വർക്കി വീണയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പരാജയത്തിൻ്റെ ആ മുഖഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. കഴുത്തുനാടകം അവരെ പരിഹാസ്യയാക്കി. അവർ പൊക്കിക്കൊണ്ടുവന്ന വികസനങ്ങളെല്ലാം ആ ട്രോൾ മഴയിൽ നനഞ്ഞു കുതിർന്നു. വീണയെ മത്സരിപ്പിക്കരുതെന്ന ഭർത്താവ് ജോർജിൻ്റെ അപേക്ഷ പാർട്ടി തള്ളിയെങ്കിലും ജനങ്ങൾ അത് സ്വീകരിച്ചു. പിള്ളേരെ നോക്കി വീട്ടിലിരുന്നോ എന്ന് ആറന്മുളക്കാർ വീണയോട് പറഞ്ഞു. രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടിയല്ലാതെ വീണ ഒന്നും കാണാറില്ല. ഞാൻ വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒന്നാണെന്നായിരുന്നു ഭാവം. യു പ്രതിഭയുടെ അവസാന രംഗത്തിലെ കണ്ണീർ നാടകം ഏഷ്യതുമില്ല. KPSCയുടെ ആസ്ഥാനമായ കായംകുളത്തുകാർ അശ്വമേധം കണ്ട് കരഞ്ഞിട്ടുള്ളവരാണ്. കള്ളക്കണ്ണീര് കണ്ടാൽ അവർ തിരിച്ചറിയും. അവിടെ പ്രതിഭയുടെ കണ്ണീരിനേക്കാൾ പൊള്ളൽ M. ലിജുവിൻ്റെ സങ്കടത്തിനുണ്ടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അല്പസ്വല്പം ഭേദപ്പെട്ട ഒരു മുതിർന്ന സഖാത്തിയായിരുന്നു ഡബിൾ K ശൈലജ. പിണറായി പാർട്ടിയുടെ സംസർഗ ഗുണം കൊണ്ട് ടീച്ചറിനും വിലയില്ലാതായിപ്പോയി. ബോംബ് കേസിലെ പ്രതികളെ യാത്രയാക്കാൻ ഇവർ വാഹനത്തിന് പിന്നാലെ ഓടിയ ഓട്ടവും കരച്ചിലും കണ്ട് ജനങ്ങൾ അമ്പരന്നു പോയി. പിന്നെ എന്ത് നുണയും പറയുന്ന അവസ്ഥയിലായി. പീറ കഥകൾ പറയുന്നത് കേട്ടാൽ നമ്മൾ പോലും നാണം കെട്ടുപോകും. ശൈലജയോട് ഏതോ സ്ത്രീ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകനാണ് പിണറായി വിജയനെന്ന്. 81 വയസ്സുള്ള ഒരു വൃദ്ധനെ പിറക്കാതെ പോയ മകനെന്ന് ഏതെങ്കിലും സ്ത്രീകൾ വിശേഷിപ്പിക്കുമോ? ഈ ശൈലജയുടെ വിവരവും വകതിരിവുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കായംകുളം MLA ആയിരുന്ന പ്രതിഭ മകൻ കഞ്ചാവ് കേസിൽപ്പെട്ടപ്പോൾ മുടിയഴിച്ചിട്ടിറങ്ങി ഒരാട്ടമായിരുന്നു. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിച്ചു, ഉറഞ്ഞാടി. MP രാജേഷിനോട് പറഞ്ഞ് കേസെല്ലാം പിൻവലിപ്പിച്ചു. ഇതൊക്കെ വേറെ ഏതെങ്കിലും ഭരണത്തിൽ നടക്കുന്ന കാര്യമാണോ? അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി ആ സ്ത്രീയും മാറിപ്പോയി. കുടുംബശ്രീ CPMൻ്റെ കുട്ടിയാണെന്നായി. അതിനെ പാല് കൊടുത്ത് വളർത്തിയത് ആലപ്പുഴയിലെ പെണ്ണുങ്ങളാണെന്നായി. പിണറായി വിജയന് സ്തുതിയും പൊങ്ങച്ചവും പുച്ഛവുമായി നടന്ന സകലതിനും ശിക്ഷ കിട്ടി. അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയായിരുന്നു പാട്ടുകാരിയായ ദലീമ. പിണറായിയെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് മാർപ്പാപ്പയാണെന്നാണത്രേ. ജനങ്ങൾക്ക് തോന്നിയത് മാർപ്പാപ്പയായിട്ടല്ല, മരപ്പാവയായിട്ടാണ്. പിണറായി പറയുന്നതൊക്കെ മുത്തുമണികളാണത്രേ ദലീമയ്ക്ക്. അങ്ങനെ പിണറായി സ്തുതിക്കുള്ള പണി ആ നാട്ടുകാർ കൊടുത്തു. ദലീമ വകതിരിവില്ലാത്ത ഈ എക്സാമ്പിൾ പറഞ്ഞത് ഒരു വിശ്വാസി സമൂഹത്തെ പരിഹസിക്കുന്നത് പോലെയാണ്. പിണറായിയെപ്പോലെ തന്നെ ഗതികെട്ട രാഷ്ട്രീയ ഭാവിയാണ് ഇനി വീണ ജോർജിനും വരാൻ പോകുന്നത്. അധികാരമുള്ളത് കൊണ്ടും പിണറായി പ്രജാപതി ആയിരുന്നതുകൊണ്ടും ചുറ്റും ആളകമ്പടിക്കാരുണ്ടായി. പിണറായിയെയും പാർട്ടിയെയും ഭയന്ന് മാത്രമാണ് പത്തനംതിട്ടയിലെ CPMകാർ വന്നു കയറിയ ഈ വിപ്ലവകാരിയെ ബഹുമാനിച്ചതും കൂടെ നടന്നതും. തക്കം കിട്ടിയപ്പോൾ അവർ കാലുവാരുകയും ചെയ്തു. വീണ ഇനി ആരോട് റിപ്പോർട്ട് ചോദിക്കും? എത്ര പേരുടെ കണ്ണീരാണെന്നോ ഈ സ്ത്രീ ഒപ്പിക്കളഞ്ഞത്? എത്രയെത്ര പാവങ്ങളെ ചേർത്ത് നിർത്തി. ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ വീണയുടെ കണ്ണീരൊപ്പാൻ ആരുമില്ല കൂടെ.